എന്റെ ആണോ നമ്മള് കിക്കോട്ട് ചെയ്തു പണി കിട്ടി. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ഇന്ന് നമ്മളൊരു ചെറിയ വെറൈറ്റി ഒരു ഫൺ വീഡിയോ ആയിരിക്കും. കാരണം നമ്മുടെ സാധനം ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാ പ്രസാദിന് ഓർഡർ ചെയ്താട്ടാ. സാധനം എത്തിയിട്ടുണ്ട്. ഡൈനോസർ. അതെ, അപ്പൊ നമുക്ക് ഇന്ന് റിഷോൺ ഉണ്ട്, അഭിജിത്ത് ഉണ്ട്, അജയ് ഉണ്ട്, ഡോഡിയാട്ടൻ ഉണ്ട്, പ്രസാദിനുണ്ട്, പിന്നെ ശ്രീഹരി ഉണ്ട്. പിന്നെ ഇപ്പൊ ക്ലാസ് ഇല്ല. അപ്പൊ നമ്മളിത് സംഭവം ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു, പക്ഷെ ബ്ലോഗിൽ ഒന്നും കൂടി ചെയ്യുന്നു. നമ്മളതിട്ട് പോയി ഇന്നത്തെ പ്ലാൻ നമ്മൾ പറയുന്നില്ല. നേരത്തെ കണ്ടോ, ഇത്രയും വലിയ സാധനമാണ്. കണ്ടറിഞ്ഞോ ഒന്നും പറയുന്നില്ല. വേണ്ട, ഇതാണ് സാധനം. ഇത് ഇട്ടിട്ട് നമ്മൾ ഇന്ന് കുറച്ച് പൊളിക്കുന്നതായിരിക്കും. ബാറ്ററി സ്ഥലം ഇല്ലാതായുള്ളത്. ഇതിൽ ബാറ്ററി ഇടും. എന്നിട്ട് ഓൺ ആക്കുമ്പോ ഇതിൽ ഫുൾ എയർ എന്ന് പറയും. അത് ഇട്ടിട്ട് കാണാം. ഇതാ ചെരുപ്പൊക്കെ അയച്ചു നോക്കട്ടെ. ഇനി പ്രശാന്ത് മോന്റെ ബ്ലോഗിന്റെ എൻഡിലെ കാണാം. അയ്യോ കയ്യറ ഇടുക്കി കേട്ടോ സാധനം. പക്ഷെ കാറ്റായി വരും കേട്ടാ. മോനെ എടാ ട്രക്കിന് മച്ചാ ജിമ്മട് കുറച്ചു നേരം കയറും കൂടി ഇട്ട് ഇവനെ സെറ്റ് ആക്കിയാലേ പെറ്റാക്കിട്ട് ഇങ്ങനെ കൊണ്ടുപോകല്ലേ. അത് പൊളിയായിരിക്കല്ലേ. നമുക്ക് ബിഗ് സാധനം തന്നെ കൊടുക്കാം. ഇവ അത് പൊളിച്ച് അത് വൈകിട്ട് അടിച്ചാ. ഓ അത് തമ്മിലാക്കാം. മറ്റൊന്ന് പോസ്റ്റ് ഇങ്ങോട്ട് നോക്കിട്ട് അല്ലടാ, അത് വെറുതെ കളിക്കുന്നില്ലേ. എടാ മാറ്, ആ തമ്മിൽ പോസിംഗ് അല്ലേ. അതുപോലെ അടിപൊളി. നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. പ്രശാന്ത് ഫോണതാ. ഫോൺ എന്തിനാ ദിനോസറിന് തിന്നാൻ എന്താ വേണ്ട. ഹലോ, ന്യൂ കോസ്റ്റ്യൂം. മച്ചാ നോക്കി നടക്കണേ. പോന്നാണ്ടാടാ. ഓ ഒരു കാര്യം ചെയ്യാം, ഇത്രയും വലിയ മനുഷ്യനെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ലല്ലോ. ഇത് പുറത്തിരിക്കട്ടെ. ബെഡിലിട്. നമ്മളെ വീട്ടിലുണ്ടോ? കെട്ടിയിട്ടില്ലേ? ഇങ്ങനെ വിളിക്കാം. എടാ ഇത് എന്താടാ പോലെ നോക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കില് നമുക്ക് എടുത്തു പോക്കാം. അല്ല പിന്നെ ദിവസം കാറ്റ് പോയി. ഉരുട്ടി വിട്ടാലോ അങ്ങോട്ട്. നടു പോകും. ഞാൻ പ്രസാദിന് ഒരു കൂട്ട് കൊടുക്കാം. നീ കാറ്റ് പോയ ഡിനോസർ മെല്ലെ എടുക്കണം വണ്ടി. മെല്ലെ. വാണിംഗ്. നിന്റെ ഫോൺ കിട്ടിയാ? കയ്യിലെ തഴമ്പണ്ട. അത് മാഞ്ഞുപോയിടാ. മുട്ടൂത്തിരുന്നോ? രണ്ടുപേരല്ലേ ഉള്ളൂ. ആ ക്യാമറയോട് ഹായ് പറ പ്രസാദാ. എവിടെയാണ് കാണുന്നില്ല. അതാ ഹായ്. ബാല് മടങ്ങിയിട്ടുള്ളത് അന്യായം. ഒന്നും പറയാനില്ല. തല മറന്നു പോതാ. എടാ ആൾക്കാരുടെ റിയാക്ഷൻ എടുക്കണോടാ. അതാ ഏറ്റവും കോമഡി.
അവരുടെ റിയാക്ഷൻ എടുക്കാലോ, റിയാക്ഷൻ എടുക്കാം. ഏയ് അവൻ വൈബ് സോൺ മെമ്പറല്ല, അവനെ ക്യാൻസൽ ചെയ്തേ. നമുക്ക് വിളിച്ചു പറഞ്ഞാലോ? അതെ, മറ്റേ ഡാൻസ് മൂവ്മെന്റ് ചാടിയിട്ട് ടിക്ടോക്ക് ചെയ്യണേ ഇതിനെ കൊണ്ട്. അജയന്റെ വീട്ടിലെത്തി. ഹായ് പറഞ്ഞു. ആ പൊളി, അവര് നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ. അതെ, ഏട്ടനൊരു എതിരാളി, അതെ, അവരുടെ വീടിന്റെ മുമ്പിൽ. ഏതറാവൻ എന്റെ ബാലൊക്കെ താന്നിട്ടാ മാരാതിരിക്കുന്ന തട്ട് താന് തന്നെ ഇരിക്കും. അതുപോലെ അങ്ങനെ ഉഷാറാക്കാണ്. നമ്മള് കാറ്റ് നിറച്ചതാ, റെന്റിനെടുത്ത റെന്റ്. ആ പിന്നെ അല്ല, ഓക്കെ. നമ്മൾ അമേരിക്കത്തിന്റെ വന്നത് കാണാനെല്ലാം മലയാളികള്. അയ്യോ അത് പോയി, അത് പൂച്ചനെ പേടിപ്പിക്കാൻ പോയതാ. ഇടയ്ക്ക് രണ്ടൊന്ന് പട്ടി ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് മെലിഞ്ഞിരിക്കണം. നമ്മളിപ്പോ വെറുതെ ചുറ്റാൻ വേണ്ടി വീഡിയോ, യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടില്ലേ? ആ അതല്ലേ, ഓക്കെ. ഇങ്ങനെ തലയോട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യണം. അപ്പൊ നമുക്കിനി നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ അമ്മേന്റെ റിയാക്ഷൻ എടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ പിടിക്കാം, ഞാൻ കാല് കൊണ്ട് ഒതുക്കി പിടിക്കാം. എടാ ശ്രീ പിടിച്ചാ, കാലിൽ പിടിച്ചോ. എടാ പോലീസ് ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലെത്തും. എന്നിട്ട് നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേനെ വിളിച്ചിട്ട് അമ്മയോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. സ്കൂട്ടർ ഓടി, അത് പൊളിയായിരിക്കേ. അതെന്ത് നോട്ടാടാ? അയ്യോ അങ്ങനെ ഈ അന്ധനായ ഡിനോസറാ ഇത്, കാഴ്ചയില്ല. കണ്ണാണില്ലല്ലോ, ദിനോസറിന് കണ്ണു കാണില്ല. ഇല്ലേ? കോപ്പിറൈറ്റ് സ്റ്റോപ്പ്. ഇതെന്നാ ഇന്ന് അമ്മ ഇപ്പൊ മറക്കുന്നു. ജീവി എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? എന്റെ പൈസ എടുത്താ? അതെ, ഇത് ഊരിയ ശരിക്കും ചെട്ടിയാണ്. എടാ സ്കൂട്ടർ ഓടി, സ്കൂട്ടർ ഓടി. അതാ പോന്ന. അല്ല ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ എങ്ങോട്ടാ പോണ്? ഏത് ഇടിക്കല്ല, ഇടിക്കല്ല, പോന്ന. എന്തോ വലിയ ബോട്ടിലുള്ള സൈഡിലൂടെ പോണ്. കാലാ കുറച്ച് മെല്ലെ പോ. ഞാൻ ഷോർട്ട് കട്ട് എടുക്കാം. അയ്യോ അയ്യോ, ഓ ഓ അയ്യോ അയ്യോ, ഓ അത് പിടിച്ച്. ആ എന്താടാ അത് കിട്ടി? എടാ ഇവന് ശരിക്കും കിട്ടിയതാണോ? പ്രസാദിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി ശ്രീഹരി ട്രൈ ആക്കി നോക്കാം നമുക്ക്. ചിലപ്പോ അത് വലുതായിരിക്കൂടാ. നീ വളർന്നു തലയെവിടെയാണ്? വളർന്നു വരും. ഇപ്പൊ പഠിക്കണ്ട.
ശ്രീ കാണുന്നുണ്ടോ? ശ്രീ ഉള്ളിൽ കയറും. ഇവരെ കേട്ടണ്ടേ തല പുറത്താവട്ടെ. നീ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ ആര് കേറും? എടാ എടാ ഇനി ഫ്രണ്ട് എടാ എടാ ഡോർ അടിച്ചടാ കേട്ടോ. ഇത് പൊളിയായിരിക്കേ കേട്ടാ. എടാ കിട്ടിയാ ആയാ? ഓ നമുക്കെന്ന് ഈലെന്നെ പോവല്ലേ? എടാ ഞാൻ ഫ്രണ്ട് കയറാം. കുഞ്ഞിനെ കിട്ടി. അപ്പൊ നമ്മൾ യാത്ര തുടരുന്നു. കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്താന്ന് പറയാം. അതെ, ഇറ്റ്സ് ഫോർ ഫണ്ട് റൈസർ. ഡൈനോസറിനെ മര്യാദയ്ക്ക് പിടിച്ചോളാം. ഇത് അഗ്രസീവ് അല്ല, വാലനൊക്കെ ഉണ്ട്. അഗ്രസീവ് അല്ലാതെ ഇത് ശരിക്കും മൂക്കടിയില്ലേ? എക്സ്കേപ്പ് ആകുമ്പോഴേ അതിന് നമുക്ക് ഒരു അവള് വീഡിയോ എടുക്കുന്നുണ്ടോ നോക്ക്. കോപ്പറേറ്റ് പാടല്ലേ. നമുക്കിപ്പോ തോന്നിയൊരു ഐഡിയ ആണ്. ശ്രീധരനെ മറ്റേ ചാർജറിൽ ഇരുത്താല്ലേ? അതിലെടുത്തിട്ട് അതിന്റെ സൺറൂഫ് തുറന്നിട്ട് അതിന്റെ തല മാത്രം പുറത്തേക്ക് ഇടാം. എന്നിട്ട് ഹൈവേയിലെ കൂടെ പോവാം. ഒരു ക്യാമറ ഒരു ക്യാമറ അതിൽ വെക്കാം. പോയി ചാർജറിൽ കയറൂ. പോ 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 പോ. ഇതിലൂടെ അല്ലേ? തല പുറത്താണോ? നിന്റെ ഈ തല പുറത്താണോ? എന്താ കിട്ടിയാ? ആയാ ഫോട്ടോ വീഡിയോ ഉണ്ടാ? വീഡിയോ എടുക്കുന്നുണ്ട്. ഡൈനോസർ ഡൈനോസർ ഓക്കെ അല്ലേ ശ്രീനി? ഓക്കെ അവര് ഫ്രണ്ട് പെട്ടു. നിങ്ങൾ ഫസ്റ്റ് എടുത്തു, നമ്മള് ബാക്കിൽ വരാം. എന്നിട്ട് സാറില്ല, നിങ്ങൾ ആദ്യം പോ. എന്നിട്ട് ഹൈവേ കയറിയില്ലേ നമ്മൾ സൈഡിലൂടെ ഇങ്ങനെ വരാം. അന്നേരം നിങ്ങൾ എടുത്തോ. അടിപൊളിയല്ലേ? ഉഷാറായി പോലല്ലേ? നമ്മള് പറഞ്ഞില്ല ചെറിയ വെറൈറ്റി കണ്ടിട്ട് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. നമ്മൾ ഇന്ന് ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ച് ഇത് തമാശ പോലെ ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നമ്മള് ചുമ്മാ ഞാൻ വിചാരിച്ചു സംഭവം കണ്ടപ്പോ ആമസോണിൽ ചുമ്മാ ഓർഡർ ചെയ്താ ഇത് കയറൊക്കെ. ഇതേപോലെ വെറൈറ്റി കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അവര് ഓണടിച്ച് ഡൈനോസറിനെ കാണൂ ദൂരെ. അവരവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കയ്യില്. ഇതെന്താടാ ഡൈനോസർ നമസ്കാരം. നമ്മള് ഹൈവേയിൽ ചെയ്യാന്ന് വിചാരിച്ച ഹൈവേയിൽ ചെയ്യുമ്പോല്ലേ ഭയങ്കര കാറ്റുണ്ട്. ഇത് മിക്കവാറും കീറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈവേ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് കണ്ടന്റ് വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ഓക്കെ, ഡിനോസർ തമിഴ് പാട്ടാ. ചെയ്യാൻ നോക്കിയത് പാളി. അതുകൊണ്ട് എടാ അജയ്ക്ക് ഇപ്പൊ 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലേ? അപ്പൊ അവൻ പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. അപ്പൊ എല്ലാരും പോയി ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമ്മൾ ഇവനെയും കൂട്ടിയിട്ട് വല്ല കടയിലും പോകും. വാൾമാർട്ടിലോ HEBിലോ എവിടെയെങ്കിലും പോയിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ്. അപ്പോ ഫുഡൊക്കെ അടിച്ചിട്ടാണ്.
അപ്പൊ ഗൈസ് നമ്മളെല്ലാരും ഫുഡൊക്കെ അടിച്ച് വന്നു. രാജന്റെ മീറ്റിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞു. അഭിയത്തിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി. പ്രസാദിന് എന്തോ അപ്പോയിന്റ്മെന്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് പ്രസാദും പോയി. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ശ്രീയുടെ ഡെഡ് മോനൂസ് അതിപ്പോ ഹൈപ്പ് ആവും. ഭക്ഷണം വേണം. പക്ഷെ അതെ, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഡൈനോസറിന് ഫുഡ് കൊടുക്കാൻ. ഇത് അർഷോണുണ്ട്. നമ്മളിപ്പോ നേരെ ക്രോഗറിലല്ല അജയ് പോണേ. അജയ്ക്ക് ക്രോഗറിൽ പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ ചെയ്യാം. ഇവന് ഈ കോസ്റ്റ്യൂമായിട്ട് നമ്മൾ ഉള്ളിൽ കയറും. നമ്മളെല്ലാരും അവിടെ നിന്ന് ചെറിയ സെറ്റപ്പ് ഓക്കെ. അവിടുന്ന് കിക്ക് ഔട്ട് ചെയ്യുമെന്ന് അറിയില്ല. പോലീസൊന്നും പിടിക്കൂല. മിക്കവാറും ഒന്ന് സെക്യൂരിറ്റി വിളിച്ചിട്ട് നമ്മളോട് പോകാൻ പറയും. എന്നിട്ട് നമ്മള് പോയില്ലെങ്കിൽ പണി കിട്ടും. ഗൈസ് കണ്ട ഗൈസ് എത്ര ആൾക്കാരാന്ന് കണ്ട. വെയിലടിക്കണ്ട് കുറച്ചേ കാണും. നമ്മളിപ്പോ ക്രോഗറിന്റെ ഫ്രണ്ടിലെത്തി. ഇതെന്ത് ആൾക്കാരാ വെച്ചാൽ ഇത് ടാസ്ക് ആണല്ലോ. ഓ നോ. പഴയ ജോലി എടാ കുറച്ച് ബാക്കിലോട്ട് എടുത്ത്. കാരണം ഇവൻ റെഡി ആവാൻ നടന്നു വരും. എന്റെ ശ്രീധരനെ കാണില്ല. ഇത് നമ്മളായിരിക്കും. എന്നെ മാസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ. ഏറിട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മലയാളി അല്ല, ഇങ്ങനെ ഒരു മലയാളി വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ. ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വാ ശ്രീധരൻ നടന്നോ. ഓക്കെ നമുക്ക് പേടിച്ചു. ശരി ഒരു കാത്ത് ഇതെന്താടാ. ചെറുങ്ങനെ പേടി ഉണ്ടായിരുന്നു ആദ്യം കയറുമ്പോ. ഇപ്പൊ പേടിയില്ലട്ടാ. ആദ്യം അല്ല ഇപ്പൊ സീനില്ലല്ലോ. അപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. It's disgusting. What are you wearing? In the middle of a pandemic? We don't want dinosaurs in the middle of a pandemic. What are you wearing? It's not even funny. എന്തോ എന്റെ ശരി സേഫ് അല്ലേ? സേഫ് അല്ലേ? ഞാൻ ഒരു പെണ്ണുങ്ങളെടുത്തിട്ട് പോയി ചോദിക്കാം. നിനക്ക് ഇത്രയും തൊലി കിട്ടിയ ശ്രീര്? ചോദിക്കും. ഞാൻ പോയി ചോദിക്കാം. Okay, thank you. Come on, let's go. ഔട്ട്ഫിറ്റ് നമ്മുടെ കാര്യം. ഔട്ട്ഫിറ്റ് എന്നല്ലേ പറഞ്ഞു. ആണോ? നമ്മള് കിക്കോട്ട് ചെയ്തു പണി കിട്ടി. എടാ അവര് പറഞ്ഞ നീ കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ മാത്രമേ കേട്ടോ. അല്ല ഞാൻ കേട്ട്. ഇതിന് നമ്മൾ നിൽക്കൂല. അടുത്ത കാണാം. അടുത്ത നമ്മള് പെറ്റ് സ്മാർട്ട് പോയിട്ട് ഈ പിന്നെ ഇതിനുള്ള ഫുഡ് കഴിക്കും. ഡൈനോസറിനുള്ള ഫുഡ് കഴിക്കും. ഫ്രണ്ട്സ് നമ്മളിന്ന് ഹാട്രിക് അടിക്കും. ഹാട്രിക് ആയിട്ട് 3 കടയിൽ നിന്ന് അടുപ്പിച്ച് കിക്കൗട്ട് പൊളിക്കും. ഇവനെ ഒളിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ അസോസിയേറ്റിനെ വിളിക്കും. അപ്പത്തേക്ക് ഞാൻ ചോദിക്കും where do you get the leashes? അപ്പൊ ഞാൻ that ആയിട്ട് പറയാനായിട്ട് where do you get the leash for this one? അങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് നിന്റെ കടയാ. നിനക്ക് ഇഷ്ടമില്ല വാങ്ങിക്കോ. You can try and fit one. Alrighty. I don't know. You got You don't have to worry about it. I got it. I'll worry about that. എന്റെ മോനെ. Oh, this is it. അതിന് കാലിടാ. That's for your damn pinky. അവള് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. കംപ്ലൈന്റ് ചെയ്യാൻ അവർ ചിന്തിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഇറങ്ങണം. സ്മാർട്ടിനടുത്ത് രണ്ടാമത്തെ സ്റ്റോറിൽ നമ്മൾ സക്സസ്ഫുള്ളി ഇറങ്ങി. ഒരു സീനും ഇല്ല. മിഷൻ പാസ്. Happy Thanksgiving.
സത്യം പറഞ്ഞ ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ വെച്ചാ? അമേരിക്കൻ മലയാളികൾ ഒരിക്കലും ധൈര്യപ്പെടില്ല. ഇല്ല. അവർ തിയേറ്ററിൽ കൂക്കാത്ത ടീംസ്. ആ ശരി, തിയേറ്ററിൽ വന്നാൽ വിസിലടിക്കാത്ത ടീംസാ ഇവിടുത്തെ മിക്ക ആൾക്കാരും കേട്ടോ. കുറെ ആൾക്കാർ നമ്മളെ ഒരു വൈബിലുള്ള ആൾക്കാരുണ്ട്. അതെ, പക്ഷെ ഇതേപോലെ ഒന്നും ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല. അതാണ് ഈ ചാനലിന്റെ പ്രത്യേകത. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെട്ടാ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമുക്കിപ്പം ഓരോ ബ്ലോഗ് കഴിയുമ്പോഴും തൊലിക്കെട്ടി കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഡോഡിയായിട്ട് ജോലിയുണ്ട്. ഞാനും അജയും അബീത്തെല്ലാം കൂടി ഒരു ചിന്ന ഫോട്ടോഷൂട്ട് അതിനു വേണ്ടി പോവാണ്. എക്സ്പീരിയൻസ് പറ. ആദ്യം പോയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വൈബായല്ലേ? പിന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ ചെയ്യണ്ടേ? അതെ, ഇതെല്ലാം നമ്മളെ ജോലി. ഇതെല്ലാം നമ്മളെ ജോലി. അതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുവിടാതെ ഈ ചാനലിൻ്റെ ഒരു ഭാഗമാവാ, ഈ വൈറ്റ് സോൺ ഫാമിലിൻ്റെ ഒരു ഭാഗമാവാ. ഓക്കെ, അപ്പോൾ ഇതേപോലെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ താഴെ കൊടുക്കാം. ഓക്കെ, പിന്നെ റിഷോണ നിനക്കെന്താ പറയാനല്ലേ? നിന്റെ ഗെയിമിംഗ് ചാനൽ പറയൂ. ചാനൽ എല്ലാരും പോയി സബ് അടിക്കണം. അതെ, വൺ ബ്ലഡ് ഗെയിമിംഗ് എന്നാണ് പേര്. അതെ. ഏതൊക്കെ ഗെയിമാ കളിക്കുക? പബ്ജി അങ്ങനത്തെ ഗെയിം കളിക്കുക. ഓക്കെ, പിന്നെ അതിന്റെ മോണിറ്റൈസ് വീഡിയോസ്, അങ്ങനെയൊക്കെ ഫണി വീഡിയോസ്. ഓക്കെ. അപ്പോൾ ഗെയിമേഴ്സ് എല്ലാവരും പോയി ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ